ആഹാ അങ്ങനെയായിരുന്നു അല്ലേ? അത് ശരി, അത് നിങ്ങളുടെ വണ്ടിയായിരുന്നു അല്ലേ? ആഹാ, അത് നിങ്ങളുടെ മോനും ദുബായിലാണല്ലേ? ഈ രീതിയിൽ നിങ്ങൾ ഒരു അത്ഭുതത്തോടു കൂടെ ആശ്ചര്യത്തോടു കൂടെ പറയുന്ന രീതി ഉണ്ടല്ലോ. ആഹാ അങ്ങനെയായിരുന്നില്ലേ? അത് ശരി, അതായിരുന്നില്ലേ എന്ന് പറയാൻ ഇവരെന്താ പറയലെന്നറിയാം നിങ്ങൾക്ക്? അത് നിങ്ങൾക്കറിയാമോ? അത് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള ഈ ശൈലിയൊന്നും ഒരിക്കലും ഒരു ചെറിയ ഒരു 2 മിനിറ്റ് നേരത്തെ വീഡിയോ കൊണ്ട് പഠിക്കുന്ന സാധനമൊന്നുമല്ല. ഹിന്ദി സംസാര ഭാഷ ഹിന്ദിക്കാരെ പോലെ പറയാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സ് ഹിന്ദി യൂണി നടത്തുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് ചേർന്ന് നോക്കുക. ഒരു 2 മാസം സമയം കൊണ്ട് നിങ്ങളുടെ കഴിവ് സ്കില്ല് വളർത്തിയിട്ട് ജैसा कि हिंदी लोग बात करते हैं इस तरह आप बात करेंगे. ഹിന്ദിക്കാർ പറഞ്ഞ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്കത് തന്നെ ഒരു ആശ്ചര്യത്തോടു കൂടെ നമുക്ക് ചോദിക്കാം. ആഹാ അച്ഛാ, അതാ സംഭവം. അച്ഛാ അച്ഛാ വൈസാ ഥാ. വൈസാറിന അങ്ങനെയെന്നാ, ഐസാറിന ഇങ്ങനെയെന്നാ, ഖൈസ എങ്ങനെ, ഖൈസ ഹുവ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഇതാണ് എന്താ ചോദിക്കേണ്ടത്? ആഹാ വൈസാ ഥാ. ഈ ഒരു ആഹാ ഓഹോ ഒക്കെ അവരും പറയും. അതേ സ്ഥാനത്ത് അച്ഛാ വൈസാ ഥാ നെഹി പതാ മുझे, എനിക്കറിയില്ല കേട്ടോ. എന്നാൽ ഓക്കെ, അപ്പോൾ അച്ഛാ വൈസാ ഥാ. ഓക്കെ, രണ്ടാമത്തൊന്ന് ഇത് നിങ്ങളുടെ വണ്ടി തന്നെയായിരുന്നു അല്ലേ? ഓ അച്ഛാ യേ ഗാഡി ആപ്കാ ഥാ, യേ ഗാഡി ആപ്കേ ഥി, ഈ ഗാഡി ആപ്കേ ഥി, ഈ വണ്ടി നിങ്ങൾ തന്നെ ആയിരുന്നു അല്ലേ? അച്ഛാ ആപ്കാ ബേട്ട വഹാൻ ഥാ, ആപ്കാ ബേട്ട യൂറോപ്പ് മേ ഥാ, നിങ്ങളുടെ കുട്ടി യൂറോപ്പിലായിരുന്നില്ല. ഇങ്ങനെ ഒരു ആശയത്തോടു കൂടെ ചോദിക്കുമ്പോൾ ഇതാ ശൈലി. പ്രത്യേകിച്ച് വാക്കൊന്നതിൽ കൂട്ടാനില്ല. അച്ഛാ അച്ഛ എന്ന് പറഞ്ഞാൽ ഈ അച്ഛ സത്യം പറഞ്ഞാൽ എല്ലായിടത്തും ഉപയോഗിക്കും. നല്ലത് അച്ചി ബാത്ത് ഹേ കേട്ടില്ല നിങ്ങൾ? അവിടെ അച്ഛാ ബാത്ത് പറയാൻ പറ്റൂല. ബഡി ബാത്ത് അച്ചി ബാത്ത് എന്നൊക്കെ ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ബാത്ത് ഉണ്ടല്ലോ, കാര്യം എന്നർത്ഥത്തിന് പറയാം. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരം എന്നർത്ഥത്തിനും ബാത്ത് പറയാം. ചിലർ വിശ്വസിച്ചിരിക്കുന്നത് ബാത്ത് പറഞ്ഞ സംസാരത്തിന് മാത്രമാണ്. അല്ല, ബാത്ത് കറോ, സംസാരിക്കുന്ന. ഈ ബാത്ത് എന്ന് പറയുന്നത് കാര്യം എന്ന അർത്ഥത്തിന് സാധാരണ പറയും. അച്ചി ബാത്ത്, ബഡി ബാത്ത്, സഹി ബാത്ത്. സഹി ബാത്ത് എന്ന നല്ല കാര്യം എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ് ആഹാ അച്ഛാന്നാണ്. ഐസാ ഥാ, അങ്ങനെ ആയിരുന്നു അല്ലേ? ഐസാ ഹുവാ ഥാ, അങ്ങനെ ആയിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ആശ്ചര്യത്തോടുകൂടി നിങ്ങൾക്ക് പഠിക്കുവാനും ഹിന്ദിക്കാരെ പോലെ സംസാരിക്കുവാനും നിങ്ങളെ പര്യാപ്തമാക്കുന്ന ഹിന്ദി യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.